അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചെറിയൊരു വെക്കേഷൻ പരിപാടി ട്രെയിനിന് ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് നമ്മൾ വിശാഖപട്ടണത്തേക്ക് പോവാണ്. അതിൻ്റെ കുറേ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാം സെറ്റാണ്. ഓട്ടോയൊക്കെ വിളിച്ചു. അപ്പോൾ 2 ഓട്ടോയിലാണ് പോകുന്നത്. നമ്മുടെ വണ്ടിക്കുട്ടനെ വിളിച്ചേക്കാണ്. അങ്ങനെ ഓട്ടോയ്ക്ക് അത് സെറ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5:15 വണ്ടി. അപ്പോൾ നമ്മുടെ സാധനം ചേട്ടായുടെ വണ്ടിയെ കയറ്റി ഞാനും ക്യാമറാമാനും കൂടെ മാത്രം ഇതിനകത്ത് സെറ്റ്. അവരെല്ലാം കൂടെ വേറൊരു വണ്ടിക്കായിട്ട് അങ്ങ് വരും. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ എവിടെയും പാർക്ക് ചെയ്യണ്ട. എന്തു പറയുന്നു പോളി? അപ്പം നാട്ടിലെ ഓട്ടോയുടെ പരിപാടിയാണ്. കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് സാധനം കയറും. വലിയ ഓട്ടോയാണേ, നോക്കിക്കണ്ടോ. അല്ലേടാ, വലിയ ഓട്ടോ കൊമ്പുന്നു. ആ അതെ. അല്ല, അമ്മയുടെ കാലൊക്കെ വയ്യാത്തോണ്ടേ നമുക്ക് 2ആയിട്ട് പോകുമ്പോഴേ സൗകര്യം ഉണ്ടല്ലോ. ആ അത് തന്നെ. 5-6 അത് ശരി. നമ്മൾ സിമ്പിൾ ഡ്രസ്സൊക്കെയാണ്. കണ്ടോ കണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. മെയിൻ റോഡാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ വരെ. കണ്ടോ, ഇത് സെൻട്രൽ ഏരിയയാണ്. ഇതെപ്പോഴും നല്ല ട്രാഫിക്കും വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മെയിൻ റൂട്ടാണ്. കായംകുളം പുനലൂർ റൂട്ടാണ്. നിർത്തി തരത്തില്ല. അതെ അതെ, ചിലരങ്ങനെ ഏട്ടാ. നമ്മളിപ്പോൾ എടുക്കുമ്പോഴായിരിക്കും അവരെ മനസ്സിലായോ. ആ അതെ അതെ. ആ അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. എല്ലാം ഇറക്കുകയാണ്. അപ്പോഴത്തേനും അവരുടെ വണ്ടി ഇങ്ങെത്തും. കണ്ടോ, ഇതാണ് നമ്മുടെ കൊച്ചു സ്റ്റേഷൻ. കൊച്ചു വലിയ ജംഗ്ഷൻ. കായംകുളം എന്ന് പറഞ്ഞാൽ ജംഗ്ഷനാണ്, പക്ഷേ കൊച്ചതായിട്ട് കിടക്കുകയാണ്. വളരെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇഷ്ടംപോലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷനാണ്. എന്തെങ്കിലും നല്ല വലിയ സ്റ്റേഷനായാൽ മതി അല്ലേ. കേട്ടോ, പുതിയ സംവിധാനമൊക്കെ ലിഫ്റ്റൊക്കെ ആയി. നമുക്ക് നേരത്തെ ഭയങ്കര ഇതാണല്ലേ, എല്ലാം പിടിച്ചു വരണം, പുരോഗമിച്ചു പോയി. അതെ അതെ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് നടന്നിട്ട് 2ൻ്റെ ലിഫ്റ്റ് ഇവിടെ. കണ്ടോ, നല്ല സൗകര്യമാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പരിപാടിയെല്ലാം ഇരിക്കുന്നത്. കണ്ടോ, അതാണ് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. കണ്ടോ, കായംകുളം സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനാണ്. നോക്കണ്ടോ, ഇങ്ങനെ കിടക്കുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 07150 കൊല്ലത്ത് നിന്നും കോട്ടയം എറണാകുളം ടൗൺ വഴി മൗല അലി വരെ പോകുന്ന കൊല്ലം മൗല അലി ശബരിമല സ്പെഷ്യൽ ട്രെയിൻ നമ്മുടെ അനൗൺസ്മെന്റ് ചേരുന്നതായിരിക്കും. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 07150 കൊല്ലത്ത് നിന്നും എറണാകുളം ടൗൺ വഴി എങ്ങനെയുണ്ട്? കുറെ നാളായില്ലേ അനൗൺസ്മെന്റ് കേട്ടിട്ട്. ശബരിമല സ്പെഷ്യൽ ട്രെയിൻ അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം 2-ൽ എന്തൊക്കെയായിരുന്നു. ഞങ്ങള് കോച്ച് പൊസിഷൻ അറിയാൻ വേണ്ടി വന്ന 5:15 5:15 ഇവിടെ പറഞ്ഞോ? 5:15 5:05 പറഞ്ഞോ? 5:05 വേണ്ട, ഞങ്ങൾ അവിടെ പോയി 5:05 ചോദിച്ചു. ഞങ്ങൾ കോച്ചായി വന്നു പറഞ്ഞു വന്നു. കൊല്ലത്തുനിന്ന് ഇവരെ വിട്ടിട്ടില്ല. 6:15 കൊല്ലത്തുനിന്ന് വിടത്തുള്ളൂ. നമ്മൾ പറയാൻ ഗൂഗിൾ ചേച്ചി എന്തെല്ലാം പറഞ്ഞു. ഓക്കെ, ചായ മേടിച്ചോണ്ടോ? ഇവിടുന്ന് വട പഴംപൊരിയൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട് പാഴ്സലായിട്ട് അപ്പുറത്തോട്ട്. കാരണം നമ്മുടെ ഇനി ഫ്ലൈറ്റ് ഡിലേ, ഇതല്ല ഫ്ലൈറ്റല്ല, ട്രെയിൻ ഡിലേ ഇല്ല. അപ്പോൾ കുറേ നേരം എടുക്കാം. കാരണം ചായയൊക്കെ ഇവിടെ പാഴ്സൽ എടുക്കുന്നുണ്ടോ. അപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങോട്ട് പിടിക്കാം. അവിടെ കൂപ്പൺ അടിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ചേട്ടൻ അടിച്ച് തന്നേക്കുന്നത്. വേറെ വേറെ ട്രെയിനുകളൊക്കെ വരുന്നുണ്ടോ? ഞങ്ങളുടെ കായംകുളം സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റിൽ എത്ര ട്രെയിനാണ് വരുന്നത് അറിയാം. ഇത് കണ്ടോ, അടുത്തത്. അങ്ങനെ വലിയ ജംഗ്ഷനാണ് ഇത്. കന്യാകുമാരി മാംഗ്ലൂർ സെൻട്രൽ. കണ്ടോ, മാംഗ്ലൂർ സെൻറ്റർ പരശുറാം എക്സ്പ്രസ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ എയർപോർട്ടിൽ ഇവിടെ ഇരിക്കുക. എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത്.
നമ്മുടെ ഫ്ലവേഴ്സിനകത്ത് കോമഡി ഇല്ലേ പൊടിയും കൊച്ച പണ്ട് നമ്മൾ ബോംബെ പോകുന്ന ട്രെയിനായി കിടക്കുന്നത് തിരുവനന്തപുരം ലോക്മാന്യ തിലക് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആയി കിടക്കണം. ഇതിന്ന് ഇച്ചിരി ലേറ്റാണ് പിടിച്ചിട്ടിരിക്കുക. വന്ദേ ഭാരതാ പോയത്, വന്ദേ ഭാരത് കേട്ടോ. ആന്ന് വന്ദേ ഭാരതാ പോയത്. ഇത് നമ്മുടെ കൂടെ ഇന്ന് ട്രെയിനിലുള്ള സാഹിദി എന്നതിൻ്റെ പേര്. ഓക്കെ, ഹായ് 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 ബോളൂ ഹായ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം 1 മണിക്കൂറത്തേക്ക് ഇപ്പോൾ ലേറ്റ് ആണെന്ന് പറയുന്നു. 6:15 ആകുമ്പോഴത്തേനും വരും. നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. സാധനമൊക്കെ എനിക്ക് കയറ്റണം. ഇവിടെയാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇത് AC കമ്പാർട്ട്മെൻറ്റ് M2 എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമ്മുടെ അടുത്താണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഞങ്ങൾ കയറാൻ പോകാം. അവിടെ നിൽക്കി. അപ്പോൾ എല്ലാവരും കയറി സാധനമൊക്കെ ലഗേജൊക്കെ വെച്ചു അടിപൊളിയാക്കി കയറി. അതുകൊണ്ട് ഒരാൾ മേളിലും കയറി ഇരിക്കുന്നു. ഇപ്പം നമ്മളെവിടെ എത്തിയേ? കോട്ടയത്തെത്തി. എല്ലാവരും ഇരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പം ഒരുപാട് നമ്മുടെ സ്വാമിമാർ ഇതിനകത്ത് കയറുന്നുണ്ട്. ശബരിമല സീസൺ കഴിഞ്ഞിട്ട് വരുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അതുകൊണ്ട് ഒരാൾ സ്പെഷ്യലായിട്ട് മേളിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ രണ്ടൊരാളിവിടെ കിടന്നുറങ്ങുന്നു. നമ്മുടെ കൊച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളടുത്ത് വന്നിരിക്കുക. അതിനെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്തില്ല. അതിനപ്പുറത്ത് ആക്ച്വലി സീറ്റ്. അപ്പോൾ അവർ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് എല്ലാവരും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത എറണാകുളമാണ്. കോട്ടയം വിട്ട എറണാകുളം. ഇവിടെയൊക്കെ ഇത് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവരാണ് ഇവിടെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ റെഡിയാക്കുന്ന ആൾക്കാർ. എറണാകുളം കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. എല്ലാം നോക്കിയേ അലങ്കരിച്ചിട്ടേക്കുക. നമ്മൾ വണ്ടി ഇപ്പോൾ ഒന്ന് ക്രോസിങ്ങിനോ എന്തോ വേണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഹലോ ഹലോ നീക്കല്ലോ എല്ലാരും കിടക്കുന്നത് കേട്ടോ. എല്ലാരും ഉറക്കാം. ഭയങ്കര നടപ്പതിനാണ്. ഇവള് രാത്രി ഞങ്ങളോട് ഇവിടെ വന്ന് കിടന്ന്. അതിന്റെ എവിടെ സീറ്റ് അപ്പുറത്താണേ. അപ്പോൾ ഒരാൾ വന്നപ്പോൾ അവള് പറയാമെന്നൊക്കെ പറഞ്ഞു. അവള് മുമ്പ് പറഞ്ഞതിന്റെ കൂട്ട് കിടന്നുറങ്ങി. ഞങ്ങള് പറഞ്ഞു ഞാനും അപ്പുറത്ത് വേറൊരു സീറ്റിൽ പോയി കിടന്നുറങ്ങി. എന്താ പറയാ, അവിടെ താഴെ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ വന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ സീറ്റ് പോയേനെ, എന്റെ പോയേനെ. രാവിലത്തെ ചെറിയ നാസ്ത നമ്മളെ പൂരി, പൊട്ടറ്റോ സമൂസ വേറെ. വടയെന്ന് കാണിച്ചോ. വടയുടെ സൈസ് ഉണ്ടോ? വടയുടെ സൈസൊക്കെ ഉണ്ടോ? ഇഡ്ഡലി കുഴപ്പമില്ല. ഇഡ്ഡലി, സാമ്പാർ, വട, ചമ്മന്തി. ഏത്? ഓക്കെ, നമ്മളിപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ ബാത്റൂമിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോകമാണ് കേട്ടോ. വെള്ളമില്ല കേട്ടോ, വെള്ളമില്ല. രാവിലെ ആയതുകൊണ്ട് വെള്ളമില്ല. അതുപോലെ പല പല പ്രശ്നങ്ങളാണ്. ഭാഗത്തെന്തോ ലീക്കായി, അതുകൊണ്ടാണ് വെള്ളം പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ടോയ്ലറ്റിൻ്റെയൊക്കെ അവസ്ഥ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആകെ ശോചനീയമാണ് കേട്ടോ. ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് ടോയ്ലറ്റൊക്കെ. ഒരു വൃത്തിയില്ല. ആൾക്കാർ കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ കയറുന്നതാണ്. നല്ല നല്ല പാടശേഖരങ്ങളൊക്കെയാണ്. നമ്മളിതിനകത്തൂടെ കാണാം. അത് സൂം ചെയ്താൽ കറക്റ്റ് അല്ലേ? ആന തന്നെ, ആന നിൽക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ട്രെയിൻ ഗുഡൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ചു നേരം ഉണ്ട്. നമ്മുടെ ട്രെയിനിനകത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. സൈഡ് കണ്ട് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. മുമ്പോട്ടുള്ള സ്റ്റേഷൻസ് തിരുപ്പതി ഉണ്ട്. പിന്നെ നമ്മളെ ലഞ്ചൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ലഞ്ച് വരുമെന്ന് പറഞ്ഞു. നമ്മൾ ട്രെയിനകത്ത് വന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഇത് തന്നെ രാത്രി പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി. കാരണം നമ്മൾ കൊച്ചിയിൽ ടൗണിലാണ് ട്രെയിൻ വന്നത്. അപ്പോൾ അവിടെ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചു പോയി. ഇത് മുമ്പിലായതുകൊണ്ടോ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഇപ്പം മുമ്പിലാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ദൂരം വലിയ ട്രെയിനാണ്. അങ്ങോരെ പോകണം. 10-40 കോച്ചുകളുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ എറണാകുളത്തുനിന്ന് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ 7:45 ആയപ്പോൾ എറണാകുളത്ത് തുടങ്ങണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലേറ്റായിപ്പോയി. ഇതിനെ പിടിച്ചിട്ടു. കോട്ടയം കഴിഞ്ഞപ്പോഴത്തേനും പിടിച്ചിട്ടു.
പിടിച്ചിട്ടിട്ട് ആണ്. പിന്നെ ഇത് കാരണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് മറ്റുള്ള ട്രെയിനെല്ലാം കയറ്റി വിട്ടിട്ട് ഇതിനെ കയറ്റത്തുള്ളൂ. ഇതിനകത്തോട്ട് പാൻട്രി ഇല്ല തന്നെ, ഇതിനകത്തൂടെ തന്നെ നടന്നു. എല്ലാം കണക്റ്റഡാണ്, ഇതെല്ലാം അങ്ങ് വരെയും കണക്റ്റഡാണ്. അവിടെയൊക്കെ സ്വാമിമാരാണ്, മറ്റുള്ള കമ്പാർട്ട്മെൻറ്റ് സ്ലീപ്പേഴ്സിലെല്ലാം ഒരുപാട് സ്വാമിമാരുണ്ട്. അവർക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, അവരും ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇതിനകത്തില്ല. പാൻട്രി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ പാൻട്രി ഇല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേന് എറണാകുളത്ത് ആകെ ഒരു വെജിറ്റേറിയൻ ഇതാണ് ഉള്ളത് ടൗണിൽ. പിന്നെ എല്ലാം കടകളാണ്. ഞാനവിടെ നിന്ന് കുറേ ചിപ്സൊക്കെ മേടിച്ചു. പക്ഷേ മറ്റിടത്ത് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ സ്വാമിമാരെല്ലാം നിൽക്കുക. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ കുറേ നേരം നിന്ന് കഴിച്ചിട്ട് നോക്കിയിട്ടും ഫുഡ് കിട്ടാതെ പിന്നെ ഞാൻ ട്രെയിനകത്ത് കയറി. അങ്ങനെ ആലുവയാണ് അടുത്ത സ്റ്റേഷൻ. ആലുവയിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്കും കുറേ നേരം പിടിച്ചിട്ടു. അങ്ങനെ ഏകദേശം 9:30 ആയപ്പോഴത്തേന് ആലുവയിൽ അടുക്കാറായി. അപ്പോൾ ആലുവയിലോട് ചെന്ന ഉടനെ തന്നെ ഒരു 2 പെട്ടിക്കാർ വന്നു. ഞാനും ഒരു സ്വാമിയും കൂടെ ഓടി ഞങ്ങൾ പോയിട്ട് വെജിറ്റേറിയൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു ബിരിയാണിയും മേടിച്ചു. ബിരിയാണി ദേവിന് കൊടുത്തു, ചപ്പാത്തി ഞങ്ങൾ കറിയും നല്ലതായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി വ്ളോഗൊന്നും എടുക്കാനായിട്ട് പിന്നെ പറ്റിയില്ല. പിന്നെ അങ്ങ് കിടക്കുകയും ചെയ്തു. എല്ലാവരും കോച്ചിനകത്തുള്ളവരെല്ലാം കിടന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കിടന്നു. അങ്ങനെ പിന്നെ രാവിലെ എണീച്ചിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ നമ്മൾ കുടൂർ സ്റ്റേഷൻ അല്ലേ, കുടൂർ സ്റ്റേഷനിലാണ് കണ്ടോ, തിരക്ക് കണ്ടോ. രസമുണ്ടല്ലേ, എല്ലാം കൂടെ ഒരു വണ്ടികൾ വന്ന് കണ്ടപ്പോൾ. അതുപോലെ നല്ല വൈബല്ലേ ഇവിടെ, നല്ല തണുപ്പും ഫീൽ ഇവിടെ കിട്ടത്. നല്ല ജംഗ്ഷൻ സ്റ്റേഷനായത് കേട്ടോ, വലിയ സ്റ്റേഷനാണ്. പിന്നെ ആണ് കേട്ടോ, ഇവിടുന്ന് ഇപ്പോൾ വേറൊരു ട്രെയിനുകൾ വന്നു, ബാംഗ്ലൂർ ട്രെയിൻ വന്നു. കാരണം ഇവിടെ പൈപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ നേരമുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇറങ്ങി കഴുകാനൊക്കെ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അതെ. എല്ലാവരും കൂടെ കണ്ടോ, ഭയങ്കര അലപ്പാ. നമ്മുടെയാണ് അവിടെ അതാ. ऐसा क्यों लेके आए? गिर गया भैया, अच्छा केला देता। हाँ, और एक देने का। अभी 20 का देना। अभी 20 का और दे दो, लेकिन अच्छा दे दो, खराब मत दे दो। ये देखो, ये नहीं चाहिए। ബനാന എങ്ങനെയുണ്ട്? നല്ലതാണോ? കൊള്ളാം കേട്ടോ. ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കിട്ടുമോ എന്ന് നോക്കിയതാ കേട്ടോ, ഒന്നുമില്ല അല്ലേ. മീൽസ് കൊണ്ടുപോയി ബിരിയാണി, അതുപോലെ ഇവർ ഇവിടെ നിന്ന് ഓർഡർ എടുത്തിട്ട് ഇയാളാണ് കൊണ്ടുവരുന്നത്. മീൽസ് ബിരിയാണി വേണ്ട. നമ്മളെ വന്നപ്പോൾ നമുക്ക് ഇവിടെ മീൽസ് ഉണ്ട്, 3 മീൽസ്, വെജ് മീൽസിനകത്ത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ വേണ്ട കറി, ഗ്രേവി, ദാല്, വെജിറ്റബിൾ എല്ലാം ഉണ്ട്. 20 रुपये का दो। ये क्या है, फर्क क्या है? പുഴുങ്ങിയതും ഉണ്ട്. ഫ്രണ്ടി റോസ്റ്റ് ചെയ്ത പോലെ ചെനക്കാലു വേരു ചെനക്കായ എന്നാണ്ടോ വേരു ചെനക്കായ അങ്ങനുണ്ട് വെയിലൊക്കെ ജനങ്കായ പടുക്കോ ഉറങ്ങാനാണ്. എല്ലാവരും ജോലി ചെയ്തു. താഴെ കൂടെ വേറെ ട്രെയിൻ പോകുന്നു. അടിപൊളി കാഴ്ച അല്ലേ? നോക്കിയേ, ഓ ഇപ്പുറത്തൂടെ വേറെ ട്രെയിൻ, അപ്പുറത്തൂടെ വേറെ ട്രെയിൻ. എറവാൾ കല്ലാ ബ്രിഡ്ജ്. നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ നെല്ലൂർ. മിക്കവർക്കും ഇവിടുന്ന് ഫുഡൊക്കെ കിട്ടും. നമുക്ക് മുമ്പേ ഫുഡ് വന്നു. അവിടെയൊക്കെ ഓരോ ലോഡ്ജസിൻ്റെയൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. നെല്ലൂർ, NELLORE, നെല്ലൂർ.
Sami, what is special in Nellore? There are so many things famous in Nellore. Okay. And you will get so many sweet items here. Here, Sweet items is famous. And Nellore, we have so many rivers in Nellore. okay, like that. And one temple is there. In Nellore district, we have a temple called Sri Kalahasti. Okay, It that's is very famous. nice temple. Okay. It is temple of Shiva temple. It's a temple where Shiva is resides. Okay. It is very famous temple in Nellore. Okay. And there are 2-3 Ammavara temples are there. Okay. And you will get very nice sweets here. Nice, sweets are famous, huh? So if I will get a chance to get out anytime in Nellore, I'll try sweets. Yeah. Sweets, what is peda like that, huh? No, here Laddu? No, here different milk sweets will be there. Milk sweets, okay. You are going to Vijayawada now. No, we are going to Visakhapatnam. Nellore railway station. കണ്ടോ, അപ്പോൾ നമ്മൾ നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആൾക്കാർ ഇവിടെ നിന്ന് കയറാനുണ്ട്, ഇറങ്ങാനുണ്ട്. അപ്പുറത്തോടെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നു. കണ്ടോ, അവിടെ ഫുഡുകാരൊക്കെ കയറാനായിട്ട് നിൽക്കുന്നു. ബിരിയാണി 80 രൂപ. വെജ് ബിരിയാണി 70 rupees. താങ്ക് യു. ഒരു ബിരിയാണി, ഒരു മീൽസ് അവിടെ ഉണ്ട്. ഓക്കെ, പൊളി. ആദ്യമായിട്ട് നമ്മൾ നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന്. ഒരു അച്ചാറ്, കേസരി, ഇവിടെ ഒരു കാലി ഡപ്പ, ഇവിടെ ഒരു ദാല്, ഇവിടെ ഒരു ദഹി, ഇവിടെ ഒരു വെജിറ്റബിൾ കറി, പിന്നെ ചപ്പാത്തി എടുത്ത് അവിടല്ലേ ആ നല്ലതാണോ? ചപ്പാത്തി, രണ്ട് ചപ്പാത്തി. ഓക്കെ. ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. വെജിറ്റബിൾ മതി. അതിനകത്ത് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിനകത്തും ഒരു അച്ചാറുണ്ട്, മാംഗോ അച്ചാർ. അതിന് പൊട്ടിക്കാനായിട്ടൊരു പ്രയാസമാണ്. അത് കടിച്ചു പിടിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേവി ഉണ്ട്. ഇവിടെ ഫ്രൈഡ് റൈസ് ഇവിടുന്ന് ഓർഡർ ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വേണ്ട ഒരു ഉച്ചമയക്കത്തിന് കയറിയിരിക്കുക കേട്ടോ എല്ലാവരും. ഇത് തെന്നാലി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. നമ്മുടെ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പില്ല. നമ്മുടെ ട്രെയിൻ ഇനി നിർത്തുന്നത് വിജയവാഡ. ഇതിപ്പോൾ നമ്മൾ വിജയവാഡ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അതിന് മുമ്പുള്ളൊരു ബ്രിഡ്ജാണിത് കേട്ടോ. ഭയങ്കര ഒരു ബ്രിഡ്ജ്, അപ്പുറത്തൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഇത് റെയിൽവേ ബ്രിഡ്ജാണ്. വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക്. അപ്പുറത്തെ സൈഡിൽ വലിയൊരു ബ്രിഡ്ജുണ്ട്. സമീ വിച്ച് റിവർ നാം കൃഷ്ണ റിവറാണ് കേട്ടോ. കൃഷ്ണ റിവർ. ഇപ്പോൾ ഇവിടെയാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ട്രെയിനിലെ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു നൊസ്റ്റാൾജി ആയിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത്. ക്രോസ് ചെയ്യാനുള്ള ആൾക്കാരെ എല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. ഇന്ത്യയിലെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ വളരെ രസമാണ് കേട്ടോ. വിജയവാഡ ജംഗ്ഷൻ കണ്ടോ, സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അവളുടെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അവള് മേടിച്ച പൂച്ചണ്ടൊക്കെയാണ് അതിനകത്തിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് ഡ്രൈ ഫ്ലവേഴ്സ് ആണ്, കണ്ടാൽ തോന്നത്തില്ല. ഒറിജിനൽ റിയൽ ഫ്ലവേഴ്സ്, പെയിന്റ് അടിച്ച ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, മമ്മിക്കോ ഹമാരാ റിഗാർഡ്സ് ബോലോ. നമ്മള് ഇപ്പൊ കുറെ സമൂസ ചായയൊക്കെ മേടിച്ചു വിജയവാഡയിൽ നിന്ന്. പക്ഷേ സമൂസയൊക്കെ തണുത്താണ്. അപ്പൊ ഇത് വിജയവാഡ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വണ്ടി മുമ്പോട്ട് പോവാണ്. ഇനി നമുക്ക് ഒരു 4-5 സ്റ്റേഷൻസ് ഉണ്ട്. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കാനായിട്ടൊക്കെ പോവാണ് നേരത്തെ അല്ലേ. ഒരു 7:15 ആയി. പൊറോട്ട, വെജിറ്റബിൾ കറി. നമ്മൾ എന്താണ്ടോ കിടക്കുവാണ്. കാരണം രാജമണ്ഡ്രി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തി. ഇവിടെ 6:45 പറഞ്ഞ ട്രെയിനാണ്. ഇപ്പം ഏകദേശം 9 മണിയായി. ഇത് നമ്മളവിടെ ചെല്ലുന്നത് 1:30 ദുവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചെല്ലത്തുള്ളൂ. നമ്മളവിടെ ഇറങ്ങുന്നത്.
അപ്പോൾ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് ഞാനിപ്പം അതിനകത്ത് അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് മുമ്പ് ഞാൻ അലാറമൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പോൾ കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് 1:30 മണിയാണ്. അപ്പം അതെപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നോ അത് 20 മിനിറ്റ് മുമ്പ് അലാറം അടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ്. ആൾ മാത്രം ഇവിടെ പാട്ടൊക്കെ കേട്ടോടുന്നുണ്ട്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെ കിടക്കും ഉറക്കമാണ്. അവിടെ ഒരു ഫാമിലി വന്ന് മുമ്പേ ഇവിടെ നിന്ന് വിജയവാഡ എന്ന് കയറി ഭയങ്കര ഭക്ഷണക്കാരും പാളമൊക്കെയാണ്. ഇപ്പം അവർ ശാന്തരായി. നമ്മളവിടെ കിടക്കും. ഓക്കെ, നമ്മൾ അനക്കപ്പള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. ഇവിടുന്ന് അടുത്ത മെയിൻ സ്റ്റേഷനാണ് നമ്മുടേത്. 1:30 മണിയാണ് നമ്മുടെ ടൈം. വേർ ഈസ് മൈ ട്രെയിനിൽ പറയുന്നത്. എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ 12 മണി ആകാറായി. 1:30 ആകുമ്പോൾ അപ്പം ഇനിയിപ്പോൾ വിടുവാണെങ്കിൽ പെട്ടെന്ന് പോവും. 25 മിനിറ്റ്സിൽ നമ്മൾ ചെല്ലും. നോക്കാം. എനിവേ എന്തായാലും ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ് അനക്കപ്പള്ളി. അപ്പം ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്നൊക്കെ നടന്നു പോകുന്ന കേട്ടോ ആൾക്കാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിന് വന്നു, ഇറങ്ങി. ഞങ്ങൾ തിരക്ക് വലിച്ചിറക്കിയപ്പം എടുത്തില്ലെന്നേ ഉള്ളൂ. എല്ലാവരും ഉഷാറായിട്ട് സാധനം എല്ലാം ഇറക്കി ഇരിക്കുകയാണ്. ഓക്കെ, ഹായ്. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ചേച്ചി വരുന്നുണ്ട്. അവർ ഓടിച്ചു വരുന്നേ ഉള്ളൂ. കാരണം 1 മണി എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. അപ്പോൾ ആ സമയം ക്രമീകരിച്ച് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാലോ. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. യെസ് എല്ലാവർക്കും എല്ലാ പ്രാർത്ഥന ആശംസ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കേട്ടോ. ഓക്കെ, അടിച്ചു പൊളിക്കുക ക്രിസ്മസ്.